ഹായ്, വെൽക്കം ടു ചലഞ്ച് ആൻഡ് വിൻ PSC. പാർട്ട് 9 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. കർണാടക സംസ്ഥാനം രൂപീകൃതമായത് 1 നവംബർ 1956. തലസ്ഥാനം ബാംഗ്ലൂർ. ഗവർണർ വാജുഭായ് വാല. മുഖ്യമന്ത്രി BS യെഡ്യൂരപ്പ. ഔദ്യോഗിക ഭാഷ കന്നഡ. മറ്റു ഭാഷകൾ തുളു, മറാഠി. കർണാടക സംസ്ഥാനം രൂപീകൃതമായത് 1 നവംബർ 1956. തലസ്ഥാനം ബാംഗ്ലൂർ. ഗവർണർ വാജുഭായ് വാല. മുഖ്യമന്ത്രി BS യെഡ്യൂരപ്പ. ഔദ്യോഗിക ഭാഷ കന്നഡ. മറ്റു ഭാഷകൾ തുളു, മറാഠി. സംസ്ഥാന മൃഗം ആന. സംസ്ഥാന പക്ഷി ഇന്ത്യൻ റോളർ. സംസ്ഥാന പുഷ്പം താമര. ഔദ്യോഗിക വൃക്ഷം ചന്ദനം. ഹൈക്കോടതി ബാംഗ്ലൂരു. പ്രധാന ഉത്സവം ദസറ. സംസ്ഥാന മൃഗം ആന. സംസ്ഥാന പക്ഷി ഇന്ത്യൻ റോളർ. സംസ്ഥാന പുഷ്പം താമര. ഔദ്യോഗിക വൃക്ഷം ചന്ദനമരം. ഹൈക്കോടതി ബാംഗ്ലൂരു. പ്രധാന ഉത്സവം ദസറ. 1973 മൈസൂർ എന്ന പേര് മാറ്റി കർണാടക എന്നാക്കി. കൃഷ്ണരാജസാഗർ അണക്കെട്ട്, ചാമുണ്ഡി ഹിൽസ്, വൃന്ദാവൻ ഗാർഡൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. സെൻട്രൽ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രാദേശിക ഭാഷാ പഠന കേന്ദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. 1973 മൈസൂർ എന്ന പേര് മാറ്റി കർണാടക എന്നാക്കി. കൃഷ്ണരാജസാഗർ അണക്കെട്ട്, ചാമുണ്ഡി ഹിൽസ്, വൃന്ദാവൻ ഗാർഡൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. സെൻട്രൽ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രാദേശിക ഭാഷാ പഠന കേന്ദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂരു. കർണാടകയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ശൃംഗേരി, മൂകാംബിക, കുടജാദ്രി എന്നിവയാണ്. മൈസൂർ എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ജവഹർ ശ്രീനാഥ് എക്സ്പ്രസ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ. സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂരു. കർണാടകത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ശൃംഗേരി, മൂകാംബിക, കുടജാദ്രി എന്നിവയാണ്. മൈസൂർ എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ജവഹർ ശ്രീനാഥ് എക്സ്പ്രസ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ. ഐഹോൾ കർണാടകയിലെ ബഗൽകോട്ട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സമുച്ചയമാണ് ഐഹോൾ. ഇന്ത്യൻ ക്ഷേത്ര ശില്പകലയുടെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഐഹോൾ. കാളിദാസനെക്കുറിച്ച് മഹാഭാരത യുദ്ധത്തെക്കുറിച്ചും പരാമർശിക്കുന്ന ഏക ശിലാലിഖിതമാണ് ഐഹോൾ. കർണാടകയിലെ ബഗൽകോട്ട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സമുച്ചയമാണ് ഐഹോൾ. ഇന്ത്യൻ ക്ഷേത്ര ശില്പകലയുടെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഐഹോൾ ആണ്. കാളിദാസനെക്കുറിച്ചും മഹാഭാരത യുദ്ധത്തെക്കുറിച്ചും പരാമർശിക്കുന്ന ഏക ശിലാലിഖിതമാണ് ഐഹോൾ. ഐഹോൾ ശിലാലിഖിതം സ്ഥാപിച്ച രാജാവാണ് പുലികേശി രണ്ടാമൻ. ഐഹോൾ ശിലാലിഖിതം സ്ഥാപിച്ചത് പുലികേശി രണ്ടാമനാണ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരു. ദേശീയ യുനാനി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരു. കർണാടകയിലെ നിയമസഭാ മന്ദിരം വിധാൻ സൗധ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരു. ദേശീയ യുനാനി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരു. കർണാടകയിലെ നിയമസഭാ മന്ദിരമാണ് വിധാൻ സൗധ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ ആസ്ഥാനം മൈസൂർ. തുംഗഭദ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന മഠം ശൃംഗേരി മഠം. ബാംഗ്ലൂർ നഗരം പണി കഴിപ്പിച്ചത് കെമ്പഗൌഡ. രംഗൻതിട്ട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടക. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ ആസ്ഥാനം മൈസൂർ. തുംഗഭദ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന മഠം ശൃംഗേരി മഠം. ബാംഗ്ലൂർ നഗരം പണി കഴിപ്പിച്ചത് കെമ്പഗൌഡ. രംഗൻതിട്ടു പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടക. 1824 ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ച ആദിവാസി വനിത കിറ്റൂർ ചെന്നമ്മ. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗു വെള്ളച്ചാട്ടം. ജോഗു വെള്ളച്ചാട്ടത്തിൻ്റെ പുതിയ പേര് ഗർസപ്പോ വെള്ളച്ചാട്ടം. 1824 ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ച ആദിവാസി വനിത കിറ്റൂർ ചെന്നമ്മ. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗു വെള്ളച്ചാട്ടം. ജോഗു വെള്ളച്ചാട്ടത്തിൻ്റെ പുതിയ പേര് ഗോർസോപ്പോ വെള്ളച്ചാട്ടം. ജോഗു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ഭദ്രാവതി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി എല്ലാം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കർണാടക. ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ജോഗു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഭദ്രാവതി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി എല്ലാം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കർണാടക. ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടക.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കർണാടകത്തിലെ സ്മാരകമാണ് പട്ടടക്കലിലെ ക്ഷേത്രങ്ങൾ. കർണാടകയിലെ പ്രസിദ്ധ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ശ്രാവണബെൽഗോള. ശ്രാവണബെൽഗോളയിലെ പ്രശസ്തമായ ശില്പം ബാഹുബലിയുടേതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കർണാടകത്തിലെ സ്മാരകം പട്ടടക്കലിലെ ക്ഷേത്രങ്ങൾ. കർണാടകത്തിലെ പ്രസിദ്ധ ജൈന തീർത്ഥാടന കേന്ദ്രം ശ്രാവൺബെൽഗോള. ശ്രാവൺബെൽഗോളയിലെ പ്രസിദ്ധമായ ശില്പം ബാഹുബലിയുടേതാണ്. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ശ്രാവൺബെൽഗോളയിൽ നടക്കുന്ന പ്രശസ്തമായ ഉത്സവം മസ്തകാഭിഷേകം. കർണാടകയിലെ ദേശീയോദ്യാനങ്ങളാണ് ബന്ദിപ്പൂർ ദേശീയോദ്യാനം, നാഗർഹോൾ ദേശീയോദ്യാനം, അൻഷി ദേശീയോദ്യാനം, കുന്ദ്രേമുഖ് ദേശീയോദ്യാനം. 12 വർഷത്തിലൊരിക്കൽ ശ്രാവൺബെൽഗോളയിൽ നടക്കുന്ന പ്രശസ്തമായ ഉത്സവം മഹാമസ്തകാഭിഷേകം. കർണാടകയിലെ ദേശീയോദ്യാനങ്ങൾ ബന്ദിപ്പൂർ, നാഗർഹോൾ, അൻഷി, കുന്ദ്രേമുഖ് ദേശീയോദ്യാനങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ ആദ്യ പ്രവാസി സർവകലാശാലയും സൈബർ പോലീസ് സ്റ്റേഷനും സ്ഥാപിതമായത് ബാംഗ്ലൂരു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽവേ ആരംഭിച്ച സംസ്ഥാനം ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ പ്രവാസി സർവകലാശാലയും സൈബർ പോലീസ് സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരു. ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം കർണാടക. പ്രശസ്തമായ വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. വിജയനഗര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം ഹംപി. ഹംപി സ്ഥിതി ചെയ്യുന്ന നദീതീരം തുംഗഭദ്ര നദീതീരം. ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം കർണാടക. പ്രശസ്തമായ വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരം സ്ഥിതി ചെയ്യുന്നത് ഗോൾ ഗുംബസ്. ഗോൾ ഗുംബസ് നിർമ്മിച്ചത് മുഹമ്മദ് ആദിൽ ഷാ. പ്രശസ്തമായ ഗ്ലാസ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ലാൽബാഗിൽ. ടിപ്പു സുൽത്താൻ്റെ ആസ്ഥാനമാക്കിയിരുന്നത് ശ്രീരംഗപട്ടണം. ഇന്ത്യയിൽ ഏറ്റവും വലിയ കുംഭഗോപുരം സ്ഥിതി ചെയ്യുന്നത് ഗോൾ ഗുംബസിലാണ്. ഗോൾ ഗുംബസ് നിർമ്മിച്ചത് മുഹമ്മദ് ആദിൽ ഷാ. പ്രശസ്തമായ ഗ്ലാസ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ലാൽബാഗിൽ. ടിപ്പു സുൽത്താൻ്റെ ആസ്ഥാനമായിരുന്നത് ശ്രീരംഗപട്ടണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി മഹാത്മാഗാന്ധിയെ തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം നടന്നത് ബെൽഗാമിൽ വെച്ച്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി മഹാത്മാഗാന്ധിയെ തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം നടന്നത് ബെൽഗാമിൽ വെച്ച്. ഇന്ത്യൻ ക്ഷേത്ര ശില്പകലയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കർണാടകത്തിലെ സ്ഥലം ഐഹോൾ. ചന്ദനനഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ. കാട്ടാനകളുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് ബെള്ളാള. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന കർണാടകത്തിലെ സ്ഥലം അങ്കുംബെ. ഇന്ത്യൻ ക്ഷേത്ര ശില്പകലയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കർണാടകത്തിലെ സ്ഥലം ഐഹോൾ. ചന്ദനമരം നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ. കാട്ടാനകളുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് ബെള്ളാള. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന കർണാടകത്തിലെ സ്ഥലം അങ്കുംബ. റൂയിൻഡ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹംപി. ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം എന്നറിയപ്പെടുന്ന കർണാടകയിലെ ഗ്രാമം മട്ടൂർ ഗ്രാമം. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കൂർഗ്. ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരു. റൂയിൻഡ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹംപി. ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം എന്നറിയപ്പെടുന്ന കർണാടകയിലെ ഗ്രാമം മട്ടൂർ ഗ്രാമം. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കൂർഗ്. ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ബഹിരാകാശ നഗരം. ഇന്ത്യയുടെ സിലിക്കൺ വാലി, ഇന്ത്യയുടെ പെൻഷനേഴ്സ് പാരഡൈസ് എന്നെല്ലാം അറിയപ്പെടുന്നത് ബാംഗ്ലൂർ നഗരമാണ്. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, ബഹിരാകാശ നഗരം, സിലിക്കൺ വാലി, പെൻഷനേഴ്സ് പാരഡൈസ് എന്നെല്ലാം അറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇലക്ട്രോണിക്സ് നഗരം എന്ന വിശേഷണമുള്ള ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവീൽ നിർമ്മാണ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് യലഹങ്ക. കർണാടകയിലെ പ്രമുഖ തുറമുഖം ന്യൂ മാംഗ്ലൂർ. ഇലക്ട്രോണിക്സ് നഗരം എന്ന വിശേഷണമുള്ള നഗരം ബാംഗ്ലൂർ. ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവീൽ നിർമ്മാണ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് യലഹങ്ക. കർണാടകയിലെ പ്രമുഖ തുറമുഖം ന്യൂ മാംഗ്ലൂർ. മംഗലാപുരം സ്ഥിതി ചെയ്യുന്ന നദീതീരം നേത്രാവതി. കൈഗ ആറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ ബേസ് INS കദംബ. ഏറ്റവും അധികം പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. മംഗലാപുരം സ്ഥിതി ചെയ്യുന്ന നദീതീരം നേത്രാവതി.
കൈഗ ആറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ ബേസ് INS കദംബ. ഏറ്റവും അധികം പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ഏറ്റവും അധികം കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ഏറ്റവും അധികം ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. നാഷണൽ എയ്റോസ്പേസ് ലാബോറട്ടറിയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ഏറ്റവും അധികം കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ഏറ്റവും അധികം ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. നാഷണൽ എയ്റോസ്പേസ് ലാബോറട്ടറിയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാനം അന്തരീഷ് ഭവൻ ബാംഗ്ലൂർ. ഡിഫൻസ് ഏവിയോണിക് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡെയറിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഡിഫൻസ് ഏവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡെയറിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാനം അന്തരീഷ് ഭവൻ ബാംഗ്ലൂർ. നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ. നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ. വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി മ്യൂസിയം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഫോസിസ് എന്നിവയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി മ്യൂസിയം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഫോസിസ് എന്നിവയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. പ്രശസ്ത രംഗനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗപട്ടണം. പ്രശസ്ത മഞ്ജുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ധർമ്മസ്ഥലം. പ്രശസ്ത ചെന്ന കേശവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗപട്ടണം. പ്രശസ്ത മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലൂർ. പ്രശസ്ത രംഗനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗപട്ടണം. പ്രശസ്ത മഞ്ജുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ധർമ്മസ്ഥലം. പ്രശസ്ത ചെന്ന കേശവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗപട്ടണം. പ്രശസ്ത മൂകാംബിക ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലൂർ. ഇന്ത്യയിൽ ദേശീയ പതാക നിയമപരമായി നിർമ്മിക്കുന്ന നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം KKGSS. ഇന്ത്യയിൽ ദേശീയ പതാക നിയമപരമായി നിർമ്മിക്കുന്ന നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം KKGSS സ്ഥിതി ചെയ്യുന്നത് ഹുബ്ലിയിലാണ്. KKGSS സ്ഥിതി ചെയ്യുന്നത് ഹുബ്ലിയിലാണ്. കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരം ഗോൾ ഗുംബസ്. എവിടെയാണ് ഗോൾ ഗുംബസ് സ്ഥിതി ചെയ്യുന്നത്? ബീജാപൂർ. ഗോൾ ഗുംബസ് പണികഴിപ്പിച്ച സുൽത്താൻ മുഹമ്മദ് ആദിൽ ഷാ. ഗോൾ ഗുംബസിൻ്റെ ശില്പി യാഖൂത്ത് ഖാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരം ഗോൾ ഗുംബസ്. എവിടെയാണ് ഗോൾ ഗുംബസ് സ്ഥിതി ചെയ്യുന്നത്? ബീജാപൂർ. ഗോൾ ഗുംബസ് പണികഴിപ്പിച്ച സുൽത്താൻ മുഹമ്മദ് ആദിൽ ഷാ. ഗോൾ ഗുംബസിൻ്റെ ശില്പി യാഖൂത്ത് ഖാൻ. ഇന്ത്യൻ വാസ്തുശില്പകലയിലെ അത്ഭുതങ്ങളിൽ ഒന്നായ വിസ്പറിംഗ് ഗാലറി ഉള്ളത് ഗോൾ ഗുംബസിലാണ്. ഗോൾ ഗുംബസ് പണി കഴിപ്പിച്ച വർഷം 1656. ഇന്ത്യൻ വാസ്തുശില്പകലയിലെ അത്ഭുതങ്ങളിൽ ഒന്നായ വിസ്പറിംഗ് ഗാലറി ഉള്ളത് ഗോൾ ഗുംബസിലാണ്. ഗോൾ ഗുംബസ് പണി കഴിപ്പിച്ച വർഷം 1656.